ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ചെറിയച്ഛനാണെങ്കിൽ പറയും. നിത്യ എവിടെയാണെന്ന് പറ. സുധി രാത്രിയോ മറ്റോ എത്തും. അവനും അവന്റെ കൂട്ടുകാരും ഒന്നിച്ച് ജീവന്റെ ഓഫീസിൽ ചെന്ന് സ്വാമിയെ കാണും. രഘുസാർ എവിടെയുണ്ടെന്ന് അറിയാതെ അവൻ തിരിച്ചു വരില്ല. അവര് കൂടി അപകടത്തിൽ ചെന്ന് ചാടുവോ? സുജാത പേടിക്കണ്ട, സത്യം അറിഞ്ഞ അവര് വരും. അമ്മേ, 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 എന്താ മോളെ? അമ്മേ, എന്താ? അമ്മേ, ഞാൻ ഹരിയോട് സംസാരിച്ചു. ഞാൻ ഒരു തവണ കൂടി ഒന്ന് വിളിച്ചു നോക്കിയതാ. ഹരി ഫോൺ എടുത്തമ്മേ. ഹരിയോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഹരി വരും. ഹരി നാളെ രാവിലെ തന്നെ വരും. ഹരി ഇങ്ങോട്ട് എത്തും. ഈശ്വരൻ നമ്മളെ കാത്തു. ഹരിയും അനന്തനും കൂടി പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും സക്സസ് ആയി. ജയാറിന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. നാളെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ അടുത്തുണ്ടാവും. ദൈവം എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുക. ദാ അതിന്റെ ലക്ഷണങ്ങളാ ഇതൊക്കെ. ഇപ്പോ എന്റെ മോളുടെ മനസ്സിന്റെ ഭാരം ഒതുങ്ങിയില്ലേ? ഓ ചെറിച്ച, ഞാൻ കാര്യം പറഞ്ഞപ്പോ ഹരി കരയായിരുന്നു. പാവം. രാമകൃഷ്ണേട്ടനോ? ഹരിയുടെ കൂടെ തന്നെയുണ്ട്. അമ്മാവനും സംസാരിച്ചിരുന്നു. അച്ഛൻ ഒപ്പിട്ടെന്ന് പറഞ്ഞ് എന്നെ കാണിച്ച ഡിവോഴ്സ് പേപ്പർ കാരണമാണ് ഞാൻ അകന്നു നിന്നതെന്ന് പറഞ്ഞപ്പോ രണ്ടുപേർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി. അമ്മേ, ഇനി അച്ഛന്റെ കാര്യം മാത്രമാണ്. അമ്മ നോക്കിക്കോ, ഇന്ന് തന്നെ അതിനൊരു മറുപടി ഉണ്ടാവും. നമുക്കൊരു ഉത്തരം കിട്ടും അമ്മേ. ദൈവമേ, എന്റെ മനസ്സിൽ തീ അണച്ചതുപോലെ എന്റെ അമ്മയുടെ മനസ്സിൽ തീയും അണയ്ക്കണേ. മോളെ, എല്ലാം ശരിയാവും. ജെ.ആർ. എവിടേക്കാ സ്വാമി പോയിരിക്കുന്നത്? എന്റെ കണക്കൂട്ടിലനുസരിച്ച് ജെ.ആർ. പോയിരിക്കുന്നത് ആ പെൺകുട്ടി അന്വേഷിച്ച നിത്യ. അവരെവിടെയാണെന്ന് ശരവണൻ പറഞ്ഞോ? എവിടെയാണെന്ന് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അയാളത് പറയിക്കും. സത്യത്തില് പ്രഗ്നന്റ് ആയ ഒരു പെണ്ണെ തേടി അയാൾ പോയിരിക്കുന്നത്. സ്വാമി, ജെ.ആറിന് ഇനിയൊരു തിരിച്ചുവരവില്ല. അത് സ്വാമി ഉറപ്പിച്ചോ? മതി അമ്മേ, മതി. എനിക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഈ സമയം ശരീരത്തിന് പോഷകം ഒരുപാട് വേണ്ടതാ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ശാരീരികവും മാനസികവുമായ ആരോഗ്യം വേണ്ടേ? ചെറിയച്ഛൻ എവിടേക്കാ പോയിരിക്കുന്നെ? പറഞ്ഞില്ല. സുധയും കൂട്ടരും ജയാറിന്റെ ഓഫീസിലെ സ്വാമിയെ കാണാൻ പോയേക്കുക. അവരെ യാത്രയാക്കാൻ പോയതാ. ഇപ്പൊ വരും. അമ്മേ, അമ്മേ, ചെറിയച്ഛനാണെങ്കിൽ പറയും.
പ്രതീക്ഷിച്ചില്ലല്ലേ? നാട് മുഴുവൻ സംസാരം നടക്കുന്നത് ജെആറിന്റെ അറസ്റ്റിനെ കുറിച്ച്. TV ചാനലുകൾ ഏത് നിമിഷവും അറസ്റ്റ് നടക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അമ്മയും മകളും സേഫാണെന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ദാ ഇവനുണ്ടല്ലോ, ഈ ശരവണൻ, നെഞ്ചില് കത്തി കയറ്റിയിട്ട് പോലും നിങ്ങൾ എവിടെയാണെന്ന് പറയാൻ തയ്യാറായില്ല. പക്ഷെ ഞാനിവിടെ എത്തി. പേടിക്കണ്ട, ഇരിക്കേ. രണ്ടുപേരും ഇരിക്കേ. സുഖമല്ലമ്മേ? ജെആറിന്റെ സാമ്രാജ്യം തകർന്നു. അല്ല, തകർത്തു. ഹരിയും അനന്തനും, പിന്നെ എന്നെ സൃഷ്ടിച്ച എന്റെ അച്ഛനും ചേർന്ന് ഇനിയിപ്പോ എല്ലാം അവസാനിപ്പിച്ചിട്ടല്ലേ എനിക്ക് യാത്രയാവാൻ പറ്റൂ. സ്വന്തം ജീവൻ കൊടുത്തും മരുമകളെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഒരമ്മ. യു ആർ ഗ്രേറ്റ്. പക്ഷെ നിങ്ങളുടെ കൺമുമ്പിലിട്ട് ഇവളെ എനിക്ക് കൊല്ലേണ്ടി വരും. ഇവളും ഇവളുടെ വയറ്റി കുരുത്ത ജീവനും എടുത്തിട്ടല്ലാതെ ജെആർ ജയിലിന്റെ അകത്തേക്ക് പോവില്ല.